ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ വരിക, പുളിച്ചുതകട്ടൽ വരിക, ഉറക്കമില്ലായ്മ, നമ്മളുടെ വെയിറ്റ് കുറയും, പിന്നെ വയറിനും നെഞ്ചിനുമൊക്കെ വേദന വരിക, അതുപോലെ തന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുക, പിന്നെ നമുക്ക് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല, അതുപോലെ തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാകുക, പിന്നെ കൂടെ ഇക്കിളെടുക്കത്തില്ലേ, അതുപോലെ ഇക്കിളെടുക്കുക, അതുപോലെ തന്നെ ബർപ്പിങ്, അതായത് ഏമ്പക്കം വരിക, പിന്നെ ഛർദ്ദിക്കാൻ തോന്നുക, പിന്നെ തൊണ്ടവേദന മുതലായ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ചോദിച്ചാൽ, ശരിക്കും പേഷ്യൻസ് വന്ന് നമ്മളോട് ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതായത് വായിൽ പുളിച്ചു തകട്ടി വരുന്നു, നെഞ്ചരിച്ചിൽ വരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ മുതലായ ലക്ഷണങ്ങൾ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഗ്യാസ്ട്രോഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ ലക്ഷണം തന്നെയാണെന്ന്. അപ്പം ഡയഗ്നോസ് ചെയ്യാൻ വിടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വിടുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇതുള്ളവരിലും, അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രോഗ്രസ് ഇല്ലാത്തവരിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷന് വിടും. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം ഹയാറ്റസ് ഹെർണിയ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, പിന്നെ സ്റ്റൊമക്കിലൊക്കെ എന്തെങ്കിലും അൾസറോ അല്ലെങ്കിൽ ഈസോഫാഗസിനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയും എങ്ങനെ നമുക്കിതിനെ തടയാം, ഒരു പ്രിവെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യാം, ഇത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക. ശരിക്കും ഫാസ്റ്റിങ് ചെയ്യുന്നവരുണ്ട്. ഫാസ്റ്റിങ് ശരിക്കും ആയുർവേദത്തിലൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ദിവസവും അല്ലെങ്കിൽ കുറേ നാളിങ്ങനെ ഫാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക സ്ഥിരമായിട്ട്, 1-2 ദിവസം ഫാസ്റ്റ് ചെയ്യുന്ന പോലല്ല, നമ്മൾ നിരന്തരം ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുക, വല്ലപ്പോഴും കഴിക്കുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിരന്തരം സ്കിപ്പ് ചെയ്യുക, കഴിക്കാതിരിക്കുക, അതൊക്കെ ചെയ്താൽ കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കാതിരുന്നാലും ഒക്കെ ഈ പറഞ്ഞ ഗ്യാസ്ട്രോഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക, പിന്നെ ഓവറായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, വയറ്റിൽ കുറച്ച് സ്പേസ് ഇടുക, നമുക്ക് ഭയങ്കര നിറയുന്നിടം വരെ കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ കിടക്കുന്ന സമയങ്ങളിൽ ഈ ഒരു പുളിച്ചുതകട്ടൊക്കെ ഉള്ളവർ ചെയ്യേണ്ടത് എപ്പോഴും ബെഡിൻ്റെ നമ്മൾ തല വെക്കുന്ന ഭാഗത്തെ ആ ബെഡിൻ്റെ ആ ഒരു കാല് എപ്പോഴും പൊക്കി വെക്കണം. ഒരു 6 മുതൽ 9 ഇഞ്ച് വരെ എന്തെങ്കിലും ഇഷ്ടികയോ വീഴാത്ത പോലെ ബെഡിൻ്റെ തലഭാഗം ഇങ്ങനെ പൊക്കി വെക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ലെവലിലല്ല കിടക്കുന്നത്, അപ്പം നമ്മൾ കുറച്ച് പൊങ്ങി ഇങ്ങനെ കിടക്കും. ആ സമയങ്ങളിൽ ഈ റീഗർജിറ്റേഷൻ തിരിച്ച് സ്റ്റൊമക്കിൽ കണ്ടൻസ് മേലോട്ട് വരാതിരിക്കാൻ അങ്ങനെ കിടക്കുന്നത് മൂലം സഹായകമാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ പാൻസിൻ്റെ ജീൻസൊക്കെ ഇടുന്നവരാണെങ്കിലും പാൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ഉടുക്കാതിരിക്കുക, കുറച്ചൊന്ന് ലൂസാക്കി വിടുക. പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ